തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരാഴ്ചക്കിടെ നാടിന് നടക്കിയ 2 കുറ്റകൃത്യങ്ങൾ. പ്രതികളെ കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് പോലീസ്. കഴക്കൂട്ടത്ത് മദ്യശാലയിലുണ്ടായ കത്തിക്കുത്തിലും വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലും പ്രതികളെ പിടികൂടാൻ ഇതുവരെയും പോലീസിനായിട്ടില്ല. ബിയർ പാർലറിൽ പിറന്നാളാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 5ഓളം പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ 8ഓളം പ്രതികളെയും മൂകാംബികയിൽ ക്ഷേത്ര ദർശനത്തിന് പോയ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതികളെയുമാണ് കണ്ടെത്താനുള്ളത്. മദ്യശാലയിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ 10 പ്രതികളിൽ 2 പേരെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. അതിൽ ഒരാളെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പിടികൂടിയിരുന്നു. മറ്റൊരാളെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ നോക്കിയാണ് പോലീസ് കണ്ടെത്തിയത്. കേസിലെ 1-ാം പ്രതി അഭിജിത്തിനെ പോലീസ് തിരിച്ചറിഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലാണ്. ക്ഷേത്ര ദർശനത്തിന് പോയി തിരികെ എത്തിയ ഈ മാസം 16-നാണ് കഴക്കൂട്ടം സ്വദേശി ശ്യാംലാലിന്റെ കുടുംബം വീട്ടിൽ മോഷണം നടന്നതെന്ന് മനസ്സിലാക്കിയത്. ഈ സംഭവത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചെങ്കിലും പ്രതിയിലേക്കെത്താൻ പോലീസിനായില്ല. കഴക്കൂട്ടം പ്രദേശത്ത് നിരവധി അക്രമ സംഭവങ്ങളും മോഷണക്കേസുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക വിമർശനമുയരുകയാണ്. 24 തിരുവനന്തപുരം.